നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ, ശ്വാസമടക്കിപ്പിടിച്ചു മാത്രം കാണാൻ കഴിയുന്ന ഒരു പോരാട്ടത്തിനാണ് മുംബൈയിലെ ഐതിഹാസികമായ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. T20 ലോകകപ്പിന്റെ സെമി ഫൈനൽ. എതിരാളികൾ കരുത്തരായ ഇംഗ്ലണ്ട്. തോൽവിയുടെ വക്കിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇന്ത്യ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? മലയാളികളുടെ അഭിമാനതാരം സഞ്ജു സാംസണിന്റെ തീപ്പൊരി ബാറ്റിംഗും അവസാന ഓവറിൽ ശിവം ദുബെ കാഴ്ചവെച്ച ആ മാന്ത്രിക പ്രകടനവും ഇന്ത്യയെ എങ്ങനെ വിജയതീരത്തെത്തി? സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ആ നിർണായക നിമിഷത്തിൽ ദുബെയുടെ ചെവിയിൽ മന്ത്രിച്ച ആ രഹസ്യ വിജയമന്ത്രം എന്തായിരുന്നു? ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെപ്പോലും വെല്ലുന്ന ഈ മത്സരത്തിന്റെ ഓരോ നിമിഷവും നമുക്കീ വീഡിയോയിലൂടെ പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു കളിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി ക്രീസിലെത്തിയത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇംഗ്ലീഷ് ബൌളർമാരെ സഞ്ജു കടന്നാക്രമിച്ചു. വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഗാലറികൾ ഓരോ പന്തിലും ഇരമ്പുകയായിരുന്നു. വെറും 42 പന്തുകൾ. അതിൽ നിന്നും സഞ്ജു അടിച്ചുകൂട്ടിയത് പുറത്താകാത്ത 89 റൺസ്. ഇതിൽ 8 അതിമനോഹരമായ ഫോറുകളും 7 കൂറ്റൻ സിക്സറുകളുമാണ് ആ ബാറ്റിൽ നിന്നും പിറന്നത്. ഈ ലോകകപ്പിലെ സഞ്ജുവിന്റെ തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറിയായിരുന്നു ഇത്. ഇഷാൻ കിഷൻ നൽകിയ മികച്ച പിന്തുണയും സഞ്ജുവിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സഹായിച്ചു. സഞ്ജുവിന്റെ ഈ വിശ്വരൂപം കണ്ടപ്പോൾ ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്ക് പോലും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. അഭിഷേക് ശർമ്മയും സൂര്യകുമാർ യാദവും പെട്ടെന്ന് പുറത്തായെങ്കിലും സഞ്ജു ഒരറ്റത്ത് ഉറച്ചുനിന്നു. മറുഭാഗത്ത് ശിവം ദുബെ 43 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. സഞ്ജുവിന്റെ ഈ മാസ്മരിക ഇന്നിംഗ്സിന്റെ കരുത്തിലാണ് ഇന്ത്യ 254 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം ഇംഗ്ലണ്ടിനു മുന്നിൽ വച്ചത്. 254 റൺസ് എന്നത് ഏതൊരു ടീമിനും വലിയൊരു ലക്ഷ്യമാണ്. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു. അവരുടെ ഓപ്പണർമാർ കൊടുങ്കാറ്റുപോലെയാണ് ബാറ്റ് വീശിയത്. വെറും 8 ഓവറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലണ്ട് സ്കോർ 100 കടന്നു. ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഈ കളി അനായാസം തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. വാങ്കഡെ സ്റ്റേഡിയം നിശബ്ദമായി. എന്നാൽ അവിടെയാണ് ഇന്ത്യൻ ബൌളർമാരുടെ പോരാട്ടവീര്യം നാം കണ്ടത്. ജസ്പ്രീത് ബുംറയുടെ കൃത്യതയാർന്ന പന്തുകളും ഹാർദിക് പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനവും കളി പതുക്കെ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിച്ചു. എങ്കിലും ഇംഗ്ലണ്ടിന്റെ മധ്യനിര ശക്തമായി പോരാടിക്കൊണ്ടിരുന്നു. അവസാന 3 ഓവറിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 45 റൺസ് വേണമെന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. കളി അവസാന ഓവറിലേക്ക് നീണ്ടു. 6 പന്തിൽ ജയിക്കാൻ 30 റൺസ്. ക്രീസിൽ അടിച്ചു തകർക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇംഗ്ലീഷ് ബാറ്റർമാർ. ആർക്കും വിശ്വസിക്കാനാവാത്ത സമ്മർദ്ദ നിമിഷം. എല്ലാവരും കരുതിയത് സൂര്യകുമാർ യാദവ് പന്ത് ഏതെങ്കിലും പരിചയം സമ്പന്നനായ ബൌളർക്ക് നൽകുമെന്നാണ്. എന്നാൽ സൂര്യ പന്ത് ഏൽപ്പിച്ചത് ശിവം ദുബെയെയാണ്. ദുബെ പന്തെറിയാനൊരുങ്ങുമ്പോൾ സൂര്യകുമാർ യാദവ് അടുത്തു ചെന്ന് വളരെ ശാന്തനായി പറഞ്ഞു, "പേടിക്കേണ്ട ദുബെ, നിന്റെ പ്ലാനിൽ വിശ്വസിക്കുക. അവർ വലിയ ഷോട്ടുകൾക്ക് മാത്രമേ ശ്രമിക്കൂ. നീ കൃത്യമായി യോർക്കറുകൾ മാത്രം എറിയുക." ബൗണ്ടറി ലൈനിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയും ആത്മവിശ്വാസം പകർന്നു നൽകി. ആ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മാന്ത്രിക ത്രോയിലൂടെ ജേക്കബ് ബെഥേൽ റണ്ണൌട്ടായി. അതോടെ ഇന്ത്യയ്ക്ക് വിജയപ്രതീക്ഷയേറി. പിന്നീട് ദുബെ എറിഞ്ഞ ഓരോ പന്തും തീയുണ്ടകളായിരുന്നു. ജോഫ്ര ആർച്ചർ ആ ഓവറിൽ 3 സിക്സറുകൾ പറത്തിയാണ് കളി അവസാനിപ്പിച്ചത്. ഒടുവിൽ 7 റൺസിന്റെ ആവേശകരമായ വിജയം ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യ അടുപ്പിച്ച് രണ്ടാമത് തവണ ഫൈനലിൽ കയറി. വിജയത്തിനു ശേഷം ശിവം ദുബെ പറഞ്ഞ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണു നരയിക്കുന്നതായിരുന്നു. ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സഞ്ജു സാംസണിനുള്ളതാണ്. അദ്ദേഹം അടിച്ച ആ 89 റൺസ് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിത്രയും വലിയൊരു സ്കോർ സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു എന്ന് ദുബെ വെളിപ്പെടുത്തി. സൂര്യയും ഹാർദിക്കും നൽകിയ മാനസികമായ പിന്തുണയാണ് തന്നെ ആ അവസാന ഓവർ എറിയാൻ പ്രാപ്തനാക്കിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഞ്ജു സാംസൺ എന്ന മലയാളിയുടെ കരുത്തും ഇന്ത്യൻ ടീമിന്റെ ഒത്തൊരുമയും നമ്മെ വീണ്ടും ഒരു ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സഞ്ജുവിനെയാണോ അതോ അവസാന ഓവർ എറിഞ്ഞ ദുബെയെയാണോ നിങ്ങൾ ഈ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ആയി കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.